കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ. ഈ സീസണിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ. ശ്രീ സത്യൻ അന്തിക്കാട് തൻ്റെ വ്യത്യസ്തമായ ശൈലിയിലൂടെ സംവിധാനം ചെയ്ത ഈ ചിത്രം ഫഹദ് ഫാസിലും അമല പോളും ചേർന്ന് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ പ്രണയകഥയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മെറി ക്രിസ്മസ്. ആദ്യമായിട്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളെ മൂന്ന് പേരുടെയും വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ശ്രീ സത്യൻ അന്തിക്കാട് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു സംവിധായകനാണ്. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അങ്ങേക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബ പ്രേക്ഷകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ തിയേറ്ററിൽ പോയിരുന്ന ധൈര്യമായിട്ട് അങ്ങയുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ പ്രണയകഥ ഒരു കുടുംബ ചിത്രമാണ്. അതിലുപരി യൂത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡിലേക്ക് ശ്രീ സത്യൻ അന്തിക്കാടും തൻ്റെ ശൈലി മാറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സാർ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് പ്രതികരിക്കുക? അതിനോട് ഒരു കാര്യം സത്യമാണ്, ഞാൻ ഈ കുടുംബ സദസ്സുകളുടെ സംവിധായകൻ എന്നൊക്കെ പലരും എന്നെ ബ്രാൻഡ് ചെയ്യാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കാറുള്ളൂ. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയിരുന്ന് കാണാൻ പറ്റാവുന്ന സിനിമകളെ ഞാൻ ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഈ സിനിമ ചെയ്യുന്ന സമയത്തും അത് തന്നെയാണ് മനസ്സിൽ. എൻ്റെ ഒരു രീതിയിൽ നിന്ന് വളരെ മാറാതെ, പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും എന്നിൽ നിന്നുണ്ടാവും. കാരണം സിനിമ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനൊരു ഫിലിം മേക്കർ ആവുന്നത്. അതല്ലാത്ത സമയത്ത് ഞാനൊരു പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പുതുമ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫഹദ് ഫാസിലും അമല പോളും മലയാളത്തിലെ ഏറ്റവും പുതിയ ആർട്ടിസ്റ്റുകളിൽപ്പെട്ട ആൾ. ഞാനിപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന ഇത് രീതിയിലല്ല. അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ സിനിമ പറയുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം വരുത്തുന്ന മാറ്റമല്ല, അത് ഇവരൊക്കെ കൂടി ചേരുമ്പോൾ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്നൊരു യുവത്വമാണ്. തീർച്ചയായിട്ടും അങ്ങനെ സമ്മാനിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് തന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നാണ്. വളരെ ഒത്തിരി പ്രണയങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഇന്ത്യൻ പ്രണയം ആ ഒരു രീതിയിൽ സംസ്കാരം അതിലുണ്ടെന്നുള്ളതാണ്. കാരണം ആ പേരെന്താ, എങ്ങനെയാണ് ആ പേര് വന്നത്? എങ്ങനെയാണ് ആ പേര്? ഈ ഒരു സാധാരണ ഒരു സിനിമ കഴിഞ്ഞ് ഏകദേശം റിലീസാവാറാവുന്ന സമയത്താണ് ഞാൻ പേരിടാറുള്ളത്. കാരണം എന്നും അത് മാറ്റി മാറ്റി വയ്ക്കാറാണ് പതിവ്. ഈ സിനിമയ്ക്ക് ഇതിൻ്റെ കഥ ആലോചിച്ച് അതിന് തീരുമാനിച്ച് അതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ആ പേര് വരികയാണ് ചെയ്തത്. കാരണം ഇക്ബാൽ കുറ്റിപ്പുറാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ടില്ല. അപ്പോൾ ഇക്ബാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ദുബായിൽ നിന്ന് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ അവസാനത്തെ സീൻ എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നു, എഴുതിയിട്ടില്ല. അപ്പോൾ അതിൽ ഗാന്ധിജിയെ ഒന്ന് സ്പർശിക്കുന്നുണ്ട്, ഗാന്ധിജിയെ ഒന്ന് കോട്ട് ചെയ്യുന്നു. ഗാന്ധിജി ഔട്ട്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ഐമനം സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഒരു സാധാരണ പൊളിറ്റീഷ്യനാണ്. കേരളത്തിലെ ധാരാളം അണികളിൽ ഒരാളാണ്, നേതാവൊന്നുമല്ല. നാളെ നേതാവാകാമെന്ന് വിചാരിക്കുന്ന ധാരാളം പൊതുപ്രവർത്തകരുണ്ട്. അത് ഏത് പാർട്ടിയിലായാലും അതിലെ ഒരു പാർട്ടിയിലെ ഒരു വക്താവാണ്. അപ്പോൾ അവൻ്റെ ജീവിതം ഗാന്ധിയിലേക്കുള്ളൊരു സൂചന. അപ്പോൾ ഞാൻ ഇക്ബാലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിതിനൊരു ഇന്ത്യൻ പ്രണയകഥ എന്ന് വേണമെങ്കിൽ പേരിടാം. കാരണം ഒരു ഇന്ത്യൻ സംസ്കാരം ഈ സിനിമയിലുണ്ട്. അപ്പോൾ സത്യത്തിൽ സാറിൻ്റെ തന്നെ സൃഷ്ടിയാണല്ലേ സിനിമയുടെ? അല്ല, ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടുള്ള സൃഷ്ടിയാണ്. അതിൽ ഐമനം സിദ്ധാർത്ഥൻ എന്ന് പേരിട്ടത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറാണ്. ഐറിൻ എന്നുള്ള പേരിട്ടത് അദ്ദേഹമാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ സംസ്കാരത്തിലുള്ള പ്രണയകഥ ആയതുകൊണ്ട് അത് ഒരു ദുരൂഹതയില്ലാതെ ആ പേര് ഇതിനെ ഇട്ടേക്കാമെന്ന് തീരുമാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്നിലധികം പ്രണയങ്ങൾ ഈ സിനിമയിൽ കാണാൻ പറ്റുന്നില്ലേ? അതുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ യഥാർത്ഥ പ്രണയം പറയാതെ തന്നെ പരസ്പരം അറിയേണ്ടതാണ്. അതങ്ങനെ പറയാതെ പരസ്പരം അറിയിച്ച രണ്ടുപേരാണ്. അതാണ് ഈ കഥയിൽ ഐറിനും ഐമനം സിദ്ധാർത്ഥനും. അവർ പ്രണയബദ്ധരാണെന്ന് അവരറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ലിമിറ്റ് വരയ്ക്കും ആ കഥാപാത്രങ്ങൾ അറിയുന്നില്ല അവർ തമ്മിൽ പ്രണയത്തിലാണ്, ഇതാണ് പ്രണയമെന്ന് അവരറിയുന്നില്ല. പക്ഷേ ഓഡിയൻസ് മനസ്സിലാക്കുന്നുണ്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, ഇവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ടുണ്ട്. പറയാതെ പറയുന്ന സ്നേഹം തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അമല പോളും ഫഹദ് ഫാസിലും അങ്ങനെ തന്നെയാണ്. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ രണ്ടാളുടെയും അഭിനയത്തിലൂടെ പ്രേക്ഷകർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ അമലയോട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ലീഡിങ് ആക്ട്രസ്സാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് അമല ഇരിക്കുന്നത്. അപ്പം ഒരു റൺ ബേബി റൺ ഒരു മെഗാ ഹിറ്റായിരുന്നു. അതിനുശേഷം ക്രിസ്മസിന് തന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് ഈ ഇന്ത്യൻ പ്രണയകഥ.
അപ്പോൾ എങ്ങനെയാണ് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? മലയാളം എൻ്റെ ഓൺ മദർ ടങ് ലാംഗ്വേജ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വീട്ടിലും കസിൻസിനും എല്ലാവർക്കും ഞാൻ ഒരു മലയാളം മൂവി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. സോ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും പറയും ചെയ്യണം, എങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെ. സോ അതുകൊണ്ട് എപ്പോഴും ഞാൻ രൺബേബി 2 ശേഷവും ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ്സ് കേട്ടിരുന്നു. ഞാൻ ഇതുപോലെ നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സത്യൻ സാർ വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് സത്യൻ സാറിൻ്റെ കൂടെയുള്ള ഒരു അനുഭവം? സത്യൻ സാർ ഇസ് ലൈക്ക് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഡയറക്ടർ ഐ വർക്ക്ഡ് വിത്ത്. സാറ് ഞങ്ങളെ സ്പോയിൽ ചെയ്തു ആക്ച്വലി. സത്യത്തിൽ അമലോട് ചോദിക്കട്ടെ, എന്താണ് ഈ തമിഴിലും മലയാളത്തിലും തമിഴിൽ ഇല്ലാത്തതും മലയാളത്തിലുള്ളതുമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? ഫഹദ് ഫാസിൽ. അപ്പോൾ ഫഹദിന് ഒരു ചലഞ്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി തമിഴിൽ ഓഫർ വന്നാൽ അമലനെ തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. പോവുകയാണ്. എങ്ങനെയായിരുന്നു അമലയ്ക്കും ഈ സത്യൻ സാറിനും ഒപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ക്രൂവിന്റെ കൂടെ അല്ലെങ്കിൽ ഇവരോടൊപ്പം വർക്ക് ചെയ്യുന്നത്? സത്യേട്ടനെ എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് അറിയാം. അന്ന് ഞാൻ സത്യൻ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ സത്യൻ അങ്കിളിനാന്ന് വിളിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി വളരെ ചെറുപ്പക്കാരനാണ്. പിന്നെ ആ ഒരു വ്യക്തിയുടെ അതെ അതെ, പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇൻഡസ്ട്രിയിലുള്ള. ഒരുപാട് കഥകളൊക്കെ പറയാറുണ്ട് ചെറുപ്പത്തിലെ. അപ്പോൾ അല്ല, അത് എൻ്റെ ജനറേഷനിലുള്ള ഒരു ആക്ടറിൻ്റെ കരിയർ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ആകുന്നത് ഒരു സത്യൻ അന്തിക്കാട് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫഹദിനെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് ഇപ്പോൾ യൂത്ത് ഐക്കൺ അല്ലെങ്കിൽ അപ്കമിങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് ഈ മാഗസിൻസിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, അപ്കമിങ് സൂപ്പർ സ്റ്റാർ എന്നല്ല, സൂപ്പർ സ്റ്റാർ ഫഹദ് എന്ന് വിളിച്ചോട്ടെ. വിളിക്കരുത്, ഒരിക്കലും വിളിക്കരുത്, ഒരിക്കലും വിളിക്കരുത്. അല്ല, അതിന്റെ ഐമനം സിദ്ധാർത്ഥൻ എന്ന് വിളിച്ചാൽ മതി. എനിക്ക് അതാണ് കുറെ കൂടെ സന്തോഷം. അത് പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ഇന്ന് മുണ്ടെടുത്ത് വരേണ്ടതായിരുന്നു എനിക്ക് തോന്നി. ഐമനം സിദ്ധാർത്ഥനായിട്ട് വ്യത്യസ്തമായ വേഷങ്ങളാണ് ഫഹദ് ചെയ്യുക. ചിലടത്ത് വളരെ മോഡേൺ, വളരെ ഗ്ലാമറുള്ള ഒരു ബോയ് ആയിട്ട് വരുമ്പോൾ ചിലടത്ത് വളരെ ഓർഡിനറി ആയിട്ട്, പ്രത്യേകിച്ചും അന്നയും റസൂലും ഒക്കെ വളരെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഈ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ശൈലിയൊക്കെ ഉൾക്കൊണ്ടാണ് പലപ്പോഴും ചെയ്യുക. ഏതാണ് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുക? ഏത് തരത്തിലുള്ള വേഷങ്ങളും ക്യാരക്ടറാണ്? ഒരു സിൻസിയർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ എനാക്ട് ചെയ്യാൻ നോക്കുമ്പം ആ സ്ക്രിപ്റ്റ് സിൻസിയർ ആണെങ്കിൽ അത് എല്ലാം ഫൺ ലവിങ് ആണ്. ഏത് ക്യാരക്ടർ ചെയ്താലും ഫൺ ലവിങ് ആണ്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോൾ ചെയ്താലും അതിൻ്റെ അകത്തൊരു ഫൺ എലമെൻറ്റ് നമ്മൾ തിരിച്ചറിയും. ഒരു ഇന്ത്യൻ പ്രണയകഥയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ. ആബ്സല്യൂട്ട്ലി എൻജോയ്. എനിക്ക് ഇപ്പം നമ്മൾ ഇപ്പം ആമീൻ എന്ന് പറഞ്ഞ പടം ഭയങ്കര സക്സസ്ഫുൾ ആയ സിനിമയാണ്. ആ സിനിമ എന്നല്ല, എനിക്ക് അങ്ങനെ പല പടങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളും ചിലപ്പം ചെയ്യാൻ ചെല്ലുമ്പോൾ ചില സീൻസ് ചെയ്യുമ്പോൾ നമുക്കന്ന് അത് ചെയ്യാൻ തോന്നില്ല, അത് ചെയ്താൽ ശരിയാവില്ല, പിന്നെ അത് ഡബ്ബിങ്ങിന് ശരിയാക്കാം അല്ലെങ്കിൽ എഡിറ്റിൽ ശരിയാക്കാം. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സീൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊരു സീൻ എപ്പോഴും ഏതെങ്കിലും അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാവും എല്ലാ സിനിമയിലും. ഒരു ഇന്ത്യൻ പ്രണയത്തിൽ എനിക്ക് അങ്ങനെ ഒരു മൊമെൻ്റ് ഇല്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ ഭാവങ്ങളും ഫഹദിൽ വന്നു എന്നുള്ളത്. ആർക്കെങ്കിലും ഫീസ് കൊടുത്തോ പഠിക്കാൻ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പരിശീലിപ്പിച്ചോ എന്നുള്ളതാണ് ഒരു സംശയം ഞങ്ങൾക്ക്. ഇല്ല, സത്യേട്ടൻ പറഞ്ഞതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇക്ബാൽക്ക് എഴുതിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഫഹദിനെ കുറിച്ച് പറയുമ്പോൾ ഫഹദിൻ്റെ ചുണ്ടുകളിലും കണ്ണുകളിലും വെറുതെ നിന്നാൽ പോലും ഫഹദ് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ലെന്നാണ് പറയുന്നത്. കാരണം ജീവിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം കേട്ടോ. ഫഹദ് ഒരു വലിയൊരു സത്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഫഹദായാലും അമലയായാലും അവരുടെ ഉള്ളിലുള്ള ടാലൻറ്റ് ഏതോ ഒരു മൊമെൻറ്റിൽ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഫഹദിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫാസിലുമായിട്ട് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ചെല്ലുന്ന സമയത്ത് വീട്ടിൽ ഓടി നടന്നിരുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടിയായിട്ട് ഫഹദിനെ ഞാൻ ഫഹദിനോട് ചോദിച്ചു, അവസാനം ഫഹദ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എന്നെ കണ്ടത് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഫഹദ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്പർ 1 സ്നേഹത്തിൽ എന്നുള്ള സിനിമയുടെ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് ഞാനും ഫാസിലും കൂടിയിട്ട് ഫാസിലിൻ്റെ വീട്ടിലേക്ക് ഊണ് കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഫഹദ് അന്ന് ഊട്ടിയിലോ മറ്റോ പഠിക്കുകയാണ്, 5-ലോ 6-ലോ 7-ലോ 8-ലോ മറ്റോ പഠിക്കുകയാണ്. അപ്പോൾ ഷാനു എന്നാണ് ഞങ്ങൾ ഫഹദ് തന്നെ വിളിക്കാറുള്ളത്. ഷാനു വന്നിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു പാവം പിടിച്ച പയ്യനായിട്ട് ഒരിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഷാനുവിനെ കുറേ ആയിട്ട് കാണുന്നത്. അപ്പോൾ വളരെ ഒരു ചെറിയ കുറ്റബോധം കിടക്കുന്നുണ്ട്.
അപ്പോൾ നോക്കുമ്പോൾ ഫാസിലിൻ്റെ വീടിൻ്റെ തൊട്ടുപുറത്തുള്ള കാറിൻ്റെ ഷെഡ് പകുതിങ്ങനെ ഇടിഞ്ഞ് കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ വണ്ടിയും കിടക്കുന്നത്. അതായത് ഫാസിൽ അധികം വാങ്ങിച്ചിട്ട് അധികം കാലമായിട്ടില്ലെടുത്ത വണ്ടി ഫാസിൽ ഇല്ലാത്ത സമയത്ത് പുള്ളി ഓടിച്ചു, മാറ്റി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഈ ഷെഡിലെ ഏതോ തൂണിൽ കൊണ്ടിടിച്ചിട്ട് അതങ്ങനെ എന്നിട്ട് ഫാസിലിലേക്ക് ഒന്ന് ഫയർ ചെയ്യുന്ന. അതുകൊണ്ടാണ് ഓർമ്മ ഫാസിൽ ചെയ്ത നീ അഹങ്കാരിയായി പോയില്ലേ, നിനക്ക് എന്തിനാണ് ശരിക്കും ഫഹദ് ഒരു പാവം പയ്യനായിരുന്നു. കാരണം ആ ആദ്യത്തെ പാവം പയ്യനായിട്ട് അഭിനയിച്ചാണ്. നല്ല നടനായിരുന്നു. നടനായിരുന്നെങ്കിൽ ഒരു പാവം പയ്യനെ നമ്മൾ അന്ന് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ അങ്ങനെ അതൊക്കെ അഭിനയിക്കും, മാറി. പാവം പയ്യനായിട്ട് അഭിനയിക്കാം. ചാപ്പാക്കുരിശ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ എന്നെ ഒന്ന് ഞെട്ടിച്ചു. ഞാനത് അപ്പം തന്നെ ഫഹദിനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വാചകം ഇതായിരുന്നു, മോഹൻലാലാണ് ഫാസിലിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, ഏറ്റവും വലിയ മലയാള സിനിമയ്ക്കുള്ള സംഭാവന മോഹൻലാലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഫഹദ് ഫാസിലാണെന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എല്ലാ നിലയിലും ഫാസിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്, മകനും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ഫാസിലിന് ഞാൻ പടം കാണിച്ചു കൊടുത്തു. അതിനുശേഷം അപ്പോൾ ഫാസിൽ എൻ്റെ അടുത്ത് വലിയ സന്തോഷമായി. ഇത്രയും വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്ടറില്ല ഫാസിൽ. മണിച്ചിത്രത്താഴൊക്കെ നമുക്ക് എല്ലാ കാലത്തും നൽകണം. ഫാസിലിന് ഭയങ്കര ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഫാസിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതെ. അപ്പോൾ ഞാൻ ഫാസിലിനോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു മകനെ തന്നതിന് ആണ് ഞാൻ നന്ദി പറയുന്നത്. കാര്യം ഒരു കഥാപാത്രം പറഞ്ഞു കൊടുത്താൽ ആ ക്യാരക്ടറായിട്ട് മാറാൻ ഫഹദിന് കഴിയുന്നു എന്നുള്ളത് ഞാൻ വേറെ ഒത്തിരി കുറച്ച് അതിശയോക്തിയാണെന്ന് തോന്നുന്ന വിധത്തിൽ പറഞ്ഞാൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എന്നെ മോഹിപ്പിച്ച നടനാണ് ഫഹദ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇതില് വേറെ ഒന്നും കൂടെ ഉണ്ട്. സത്യമായിട്ട് പറയാം. അമല എനിക്ക് ഒരു പരിചയമില്ലാത്ത കുട്ടിയായിരുന്നു. അമലപ്പോൾ ഒരു പരിചയമില്ല, നേരിട്ട് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്. ഇനി ഇന്റർവ്യൂ ചെയ്ത ആൾ എഴുതിയതാണോ അമല പറഞ്ഞാണോ എനിക്ക് അറിഞ്ഞൂടാ. അഭിനയിക്കാൻ താല്പര്യമുള്ള സത്യനന്ദിക്കാണ്ട് സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ നോക്കിയിട്ടുണ്ട്. ഈ കഥ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ഉടനെ ഫസ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിലും അമലപ്പോഴും. അതാണ്, അത് ഒരു ഇൻഡ്യൂഷനാണ്. അത് വളരെ പലപ്പോഴും അത് അവിടെ ഒരു സിനിമയുടെ വിജയം കുറിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയുടെ ആശയം നമ്മൾ രൂപപ്പെട്ടത് സിനിമയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് അച്ചുവിൻ്റെ അമ്മ ഉർവശിയും മീര ജാസ്മിനും ചെയ്തതെന്നായിരിക്കും. അന്ന് ഉർവശി സിനിമയിൽ അഭിനയിക്കുന്നില്ല, 8 കൊല്ലമായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ഇവർ രണ്ടുപേരും ചെയ്താൽ കൊള്ളാമെന്നാണ്. അപ്പോൾ അതുപോലെ അമലയും ഫഹദും ചെയ്താൽ കൊള്ളാം. കാരണം അമലയുടെ ഒരു സിനിമ എന്നെ വളരെ കൂടുതൽ എനിക്കിഷ്ടം തോന്നിയൊരു സിനിമയുണ്ട്. അത് അമലയുടെ മൈന പോലെ സൂപ്പർ ഹിറ്റ് ആയതല്ല. ആ പടത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴും പറഞ്ഞത് തെറ്റും. അത് ആ സിനിമയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അമല കാഴ്ചവെച്ചിട്ടുണ്ട്. അമലയ്ക്ക് എങ്ങനെയാണ് സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ്റെ ഒരു ക്ഷണം കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് ഞാൻ പറഞ്ഞതാണ് സാർ, അത് എനിക്ക് സത്യൻ അന്തിക്കാട് സാറിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സി ഇപ്പം നമ്മൾ മലയാളത്തിലെ എവർഗ്രീൻ മൂവീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സത്യൻ സാറിൻ്റെ മൂവീസാണ്. അതായത് എല്ലാ ജനറേഷനും. ഇപ്പം ഞങ്ങൾ കോളേജിലിരിക്കുമ്പോൾ നാടോടിക്കാറ്റിലെയും അക്കരയിലൊക്കെ കഥ ഡയലോഗ്സ് പറഞ്ഞ് ഇപ്പോഴും. സോ ഐ തിങ്ക് എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന മൂവീസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാമീണത, പിന്നെ ആസ് യു സെഡ് ഫാമിലി ഓഡിയൻസ്, മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് സത്യൻ സർ. സോ മലയാളികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കഥാപാത്രങ്ങളാണ് സാറിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും. ഒരു ഇന്ത്യൻ പ്രണയകത്തിൽ അഭിനയിച്ചുള്ള ഒരു മരുഭൂമി അനുഭവം തൊട്ട് അമലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഐറിൻ എന്നൊരു കഥാപാത്രം ഒത്തിരി വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ അമലയ്ക്ക് എന്തൊക്കെയാണ് ഈ ഐറിൻ എന്ന കഥാപാത്രത്തിൽ കണ്ടെത്താൻ പറ്റിയ കുറച്ച് നന്മകൾ എന്തൊക്കെയാണ്? എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടറൈസേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഐറിനോട് എനിക്ക് പേഴ്സണലി എന്നെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഐറിൻ ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പിന്നെ ഒരു ഗ്രാമീണത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. എന്തൊക്കെയോ ഒരു നന്മകളുണ്ട് എനിക്കും. കണ്ട് ഐമനം സിദ്ധാർത്ഥൻ ഈ നന്മകളൊക്കെ കണ്ട് അറിഞ്ഞ ഒരു ആളാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആ ക്യാരക്ടറിൽ പ്രത്യേകത? അല്ല, ഐറിൻ്റെ ഇൻറ്റൻഷൻ തന്നെ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റൻഷനാണ്. അതായത് അവർക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയും തേടിയാണ് ഐറിൻ
കാരണം സാധാരണ ഒരു മൂവീസിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു റിവഞ്ച് ഇല്ല എന്നുള്ളതാണ് ഈ മൂവിയുടെ ഒരു പ്രധാന റിവീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു ഇമോഷണൽ സൈഡ്, അതായത് അച്ഛനെയും അമ്മയും നമ്മളെല്ലാ മൂവിയിലും കണ്ടിട്ടുണ്ട് അമ്മയെ തേടി പോകുന്ന മക്കളെ, പക്ഷെ ഇതിലാന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം അച്ഛനെ തേടി പോകുന്നതും. അതുപോലെ സ്റ്റോറി പറഞ്ഞു അല്ല അതില് എന്താ പറയുക, അമലയ്ക്ക് ഞാൻ അമലയെ നോട്ട് ചെയ്തത്, അമല തമിഴില് തെലുങ്കില് അല്ലു അർജുൻ്റെ കൂടെയും തമിഴ് വിജയൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പറന്ന് അഭിനയിച്ചിറങ്ങുന്ന ബാഴ്സലോണയില് ഷൂട്ട് ചെയ്യുന്നു. അപ്പം അമലയിലേക്ക് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ അമലയുടെ വീട്ടിൽ ചെന്ന് ഞാൻ അമലയ്ക്ക് കഥ പറഞ്ഞു കൊടുത്തു. കാരണം എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സെൽഫിഷാണ്. കാര്യം അതിലൊരാൾ വേണമെന്ന് തോന്നിയാൽ അയാൾ എങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് അമലയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അമലയ്ക്ക് അത് മനസ്സിലാവുകയും ഇല്ലാത്ത ഡേറ്റ് ഒക്കെ അറേഞ്ച് തരികയും ചെയ്തു. അതിൽ അഭിനയിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്പോട്ടിൽ അമലയ്ക്ക് ഓർമ്മയുണ്ടാവും, ലക്ഷ്മി ഗോപാലസ്വാമിയായിട്ടുള്ള സീനിൽ ഫഹദ് ബാക്കിൽ നിൽക്കുമ്പോൾ അമല വന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കരയാതെ മനസ്സുകൊണ്ട് കരയുന്നുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അമല പുറത്തേക്ക് വന്നത്. ഞാൻ നോക്കുമ്പോൾ അമല മുറിയിൽ പോയി അമല കരയായിരുന്നു. വളരെ സിൻസിയറായിട്ട് തന്നെ ഫീൽ ചെയ്ത് ചെയ്യുന്ന ഒരു ആളാണ്. എനിക്ക് അതിൽ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ സത്യൻ സാർ വന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. സാർ ഒരിക്കലും ഇൻറ്ററപ്റ്റ് ചെയ്യില്ല നമ്മുടെ പെർഫോമൻസിനൊന്നും. നമുക്ക് ഫുൾ ലിബർട്ടി തരുന്ന ഒരു ഡയറക്ടറാണ് സത്യൻ സാർ. സോ പക്ഷേ സത്യൻ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും നിങ്ങൾ രണ്ടാളും കൂടിയാണ് ഞാൻ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്കത് ഒരുപാട് നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ നിങ്ങളെ ശരിക്കും? തീർച്ചയായും. കാരണം നമ്മളത് ആയിത്തീർന്നാലേ പലപ്പോഴും നമ്മൾ വേറൊരാളാന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ തിങ്കിങ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ബോഡി ആ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്താലേ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അപ്പോൾ ഈ ഐമനം സിദ്ധാർത്ഥന്റെ എന്തൊക്കെ പ്രത്യേകതകൾ സ്വന്തം ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്? എല്ലാം ഉണ്ട്. ഐമനത്തിന്റെ കള്ളത്തരവും ഉണ്ട്. എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വളരെ സത്യസന്ധമായ ഒരു ക്യാരക്ടറാണ് ഐമനം സിദ്ധാർത്ഥൻ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സിനിമാക്കാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫഹദിൽ ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനെയും കാണണോ? അതൊന്നും കാണില്ല, കാണണ്ട. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് തോന്നുന്നു ഞാൻ ഫഹദിൻ്റെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഫഹദ്, ആക്ടർ. സോ ഈ മൂവി ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ ഞങ്ങൾ അധികം ഞങ്ങൾ വി ഡിഡ്ന്റ് ഗെറ്റ് അലോങ് വെൽ. ഫസ്റ്റൊക്കെ ഐ മീൻ ഇനിഷ്യലി ലൈക്ക് ഫസ്റ്റ് ഡേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും അവർ ബ്രേക്കിംഗ് ദ ഐസ് ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഫഹദിൻ്റെ ട്രൂ ക്യാരക്ടറും ഐമനം സിദ്ധാർത്ഥനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ലൈക്ക് ഐ തിങ്ക് ഫഹദിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് സംസാരിക്കുമ്പോഴും ബോഡി ലാംഗ്വേജും മൊത്തത്തിൽ ഐ തിങ്ക് ഫഹദ് അങ്ങനെയാണെന്ന്. കാരണം ഈ ഫഹദിന്റെ ഫിലിം കാണുമ്പോൾ അതൊരു നമ്മൾ ഒരു സിനിമ ചെയ്യുന്നത് 40-45 ഡേയ്സാണ്. അപ്പോൾ ഈ 45 ഡേ നമ്മൾ ഷൂട്ട് തുടങ്ങി ഒരു 5-6 ഡേയ്സ് എടുക്കും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഒന്ന് ക്രാക്ക് ചെയ്യാൻ. അത് ക്രാക്കായെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഐമനം സിദ്ധാർത്ഥൻ ചെയ്യുന്നത് ഫഹദ് ചെയ്ത് തുടങ്ങും. ശരിക്കും ഫഹദിൻ്റെ ഓരോ ഫിലിമും കാണുമ്പോഴുള്ള ഒരു പ്രേക്ഷകൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരാഴ്ചയെങ്കിലും അതിൻ്റെ ഒരു ഹാങ് ഓവർ നിൽക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഫഹദിനോട് വളരെ സിൻസിയറായിട്ടുള്ളൊരു സ്നേഹം ഈ ഓരോ ക്യാരക്ടറും ചെയ്ത് കഴിയുമ്പം പ്രേക്ഷകന് ഉണ്ടാകുന്നുണ്ട്. അതൊരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഫഹദിന് അത് സാധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലൊരു സീക്രട്ട്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഫിലിം മേക്കറിൻ്റെയാണ് സിനിമ. അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും കാണിക്കാൻ ഉദ്ദേശിക്കുന്നതും മാത്രമാണ് ഓഡിയൻസ് കാണുന്നത്. അവിടെ ഒരു ആക്ടറിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ 10%ആണ്. ഞാൻ ചെയ്യുന്ന സിനിമകളും ഞാൻ കാണുന്ന സിനിമകളും ഞാൻ മനസ്സിലാക്കുന്ന സിനിമ അങ്ങനെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫിലിം മേക്കറിനാണ്. ഞാൻ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് പോലും വായിക്കാറില്ല. സീൻസ് ചെയ്യുമ്പം റൈറ്ററായിട്ട് ഡിസ്കഷൻ ഉണ്ടാകുന്നില്ല, അതൊരു പ്രോപ്പർ സ്ക്രിപ്റ്റ് പോലും ഞാൻ ഇരിക്കാറില്ല. അപ്പോൾ ഈ ഒരു സിനിമ ചെയ്തപ്പോഴും നമുക്കറിയാം ഫാസിൽ സാറിൻ്റെ സുഹൃത്തായിരുന്നു സത്യൻ സാറ്. അപ്പം ഒരു ഫ്രീഡം കിട്ടിയോ കൂടുതലായിട്ട് ഈ സിനിമ ചെയ്യാൻ? എനിക്ക് പറഞ്ഞ് തരാൻ പറ്റാത്ത ഫ്രീഡമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഞാൻ സത്യനായിട്ട് അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യൻ വന്ന് പറയും
ഞാൻ പറയും ഇങ്ങനെ ചെയ്ത് നോക്കാല്ലേ. അപ്പൊ സത്യൻ അങ്കിളിൽ നിന്ന് ഒരു സത്യേട്ടൻ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സത്യം സത്യേട്ടനായി. സത്യാന്ന് വിളിക്കാനാണ് വിളിക്കുന്നത്. ആളുകളെ കാരണം ഇവർക്കൊന്നും പ്രായം കൂടുന്നേ ഇല്ല. നമുക്കാണ് പിന്നെയും ചെറുപ്പത്തിൽ നിന്ന് വലുതായി വലുതായി വരുന്നതായിട്ട് തോന്നുന്നത് അല്ലേ? ഞാൻ ഇവരിലേക്ക് വരികയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അമലയും പകതും സത്യേട്ടന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്തത് പടം കണ്ടവർക്ക് അറിയാം. ഞാൻ അമലെ ഹോസ്റ്റലിൽ തിരിച്ചുണ്ടാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അയ്യോ 18-കാരനാണ് സ്റ്റേജിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മളെ മേളിൽ ഞാൻ താഴെ നിൽക്കുന്നത് സ്റ്റേജൊക്കെ ഓടിക്കേറി നമ്മൾ ഇവിടെ എല്ലാവർക്കും ഒരു പ്രണയം ഇങ്ങനെ പ്രണയിക്കാൻ പറയാൻ വേണ്ടി വെമ്പുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പറയപ്പെടാത്ത സ്നേഹം എന്ന് പറയുന്നത്. അയ്മനം സിദ്ധാർത്ഥൻ ഇവളെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു. അവളൊന്നും പറയുന്നില്ല. എന്താ എന്നോട് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ നിൽക്കുന്നു. അല്ല ഒന്നുമില്ല, അപ്പോൾ ശരി ഓക്കെ ഗുഡ് നൈറ്റ്. വെറും ഗുഡ് നൈറ്റുകളെ പറയുന്നുള്ളൂ. പക്ഷെ അതിലൂടെ ഒരു വലിയ പ്രണയം പരസ്പരം കൈമാറുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ മൂഡിലായി പോകും. പിന്നീട് അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സംഗീതമാണ് വിദ്യാസാഗർ അതിന് കൊടുത്തത്. നമ്മൾ വിദ്യാസാഗർ പറഞ്ഞിട്ടില്ല. അത് വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഇളയരാജ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് സത്യൻ സാർ ഇതുവരെയുള്ള എല്ലാ പടങ്ങളിലും അദ്ദേഹമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനൊരു വ്യത്യസ്തത മാറ്റം ക്രൂവിലൊക്കെ അതുണ്ട്. പലരും പുതിയ ആളുകളായിരുന്നു, ഇതുവരെ ചെയ്യാത്തവരുടെ കൂടെയാണ് ചെയ്തത്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സെൽഫിഷാണ്. അതിൽ എന്തെല്ലാം ആരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് വേണോ ഞാൻ അതെല്ലാം സ്വീകരിക്കണം. അപ്പോൾ വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഇളയരാജയാണ്. അതിനു മുമ്പ് 28 സിനിമകൾ ജോൺസനായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു പാറ്റേൺ ആണ്. ഞാനായിട്ട് മാനസികമായിട്ട് അടുക്കുന്ന ആളുകളെ അടുത്ത സിനിമയിലും എനിക്ക് പങ്കെടുപ്പിക്കാൻ ഫീൽ ചെയ്യും. അതിപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് സാറ് ശൈലി മാറ്റി എന്ന് തന്നെ പറയാം. ശൈലി മാറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ 12 കൊല്ലമായിട്ട് ഇളയരാജ ഒരു വർഷത്തിൽ ഒരു സിനിമയാണ് കൂടുതൽ ചെയ്യുന്നത്. 1-2 പടങ്ങൾ ഒഴിച്ചാൽ. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും ഇളയരാജയാണ്. ഈ എൻ്റെ സിനിമകൾക്ക് മാത്രം ഇളയരാജ ചെയ്യുമ്പോൾ അതിനൊരു ഏകഭാവം വരും. അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ അതിന് കുറ്റം പറയാം. ഇത് കഴിഞ്ഞ പടത്തിലും ഇതേപോലെയാണ്. കാര്യം അത് ഇളയരാജയുടെ സിഗ്നേച്ചറാണ് ആ സോങ്ങിൽ. പക്ഷേ മന്ദാരപ്പൂ എന്നുള്ള വേറെ പാട്ടാണ്, കഥകൾ എന്നുള്ള വേറെ പാട്ടാണ്, മനസ്സിനക്കരയിലെ വേറെ പാട്ടാണ്. എങ്കിലും പലരും പല സ്ഥലത്തുനിന്നും എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ. ഇളയരാജയ്ക്ക് ഇപ്പോൾ ഞാനൊരു സിനിമ മാറ്റി ചെയ്താലും അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിദ്യാസാഗറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായിട്ടുള്ളൊരു ഗുണമുണ്ടായെന്നുള്ളതാണ്. ഇത് ഇളയരാജ ചെയ്താൽ ഇളയരാജയുടെ ഒരു സ്റ്റൈലിലായിരിക്കാം. അപ്പോൾ പിന്നെ വിഷ്വലി വേണുമായിരുന്നു കഴിഞ്ഞ മുമ്പിലത്തെ സിനിമ. അതിന് മുമ്പ് കുറേ കാലം ബിപിൻ മോഹനായിരുന്നു. പ്രദീപ് നായർ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാമറാമാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് കുറേയും കൂടിയും പുതുമ കിട്ടുകയാണ്. വേറെ മ്യൂസിക് ഡയറക്ടർ, വേറെ ഫോട്ടോഗ്രാഫർ, വേറെ ആക്ടേഴ്സ്. അപ്പോൾ ഞാൻ ഓരോ സിനിമയും പഠിക്കുകയാണ്. ഇപ്പോൾ അമലാപോളിൽ നിന്നും ഫയർഫാസിൽ നിന്നും പ്രദീപ് നായരിൽ നിന്നും വിദ്യാസാഗറിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അങ്ങയുടെ സിനിമകളുടെയൊക്കെ ലൊക്കേഷൻ ഒരു ഗ്രാമം അത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ വളരെ ലൊക്കേഷൻസ് വളരെ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, വളരെ വിശാലമായ ഒരു ലൊക്കേഷനാണ്. ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഒരു ഇന്ത്യ മുഴുവനായിട്ട് കാണുകയാണ്. രാജസ്ഥാനും മരുഭൂമിയും ഒക്കെ. ഡോക്ടർ ഇക്ബാൽ പറഞ്ഞ കഥയാണത്. അപ്പൊ അതിന്റെ ഒരു കളർഫുൾ അങ്ങനെ ഒരു ഭംഗി ആ സിനിമയ്ക്ക് കിട്ടി. അതെ, പ്രത്യേകിച്ച് രാജസ്ഥാനൊക്കെ ഷൂട്ടിങ്. ഞാൻ എൻ്റെ മനസ്സിൽ തമിഴ്നാടിനപ്പുറം ഞാൻ പോകാറില്ല. പണ്ട് ഞാൻ ലണ്ടനും ഫ്രാൻസും അമേരിക്കയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ കഥകളെ മാക്സിമം കേരളത്തിൽ, കാരണം കേരളത്തോളം ഭംഗിയുള്ള സ്ഥലങ്ങൾ ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മന്ദാരപ്പൂ എന്നുള്ള പാട്ട് കണ്ടിട്ട് എൻ്റെ ഇളയരാജയുടെ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ ചോദിച്ചു ഇത് എന്തോ ഒരു സാർന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമ്മാറൊക്കെ അടുത്ത് മംഗലം ഡാമിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഭംഗി നമ്മൾ കാണുന്നത് പലപ്പോഴും ഗൗതമേനോൻ്റെയും മണിരത്നത്തിൻ്റെയും പടങ്ങളിലൂടെ. ഇവര് മരുഭൂമിയിലൊക്കെ ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്തത്? ആദ്യമായിട്ടാണോ മരുഭൂമിയിൽ? രാജസ്ഥാനിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു? ഭയങ്കര ചൂടായിരുന്നു. 4 മണി കഴിയാതെ നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ആ സോങ് ഫുൾ നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഔട്ട്ഡോർ ഉണ്ടായിരുന്നു. അത് പക്ഷേ 4 മണിക്ക് ശേഷം ആ ഡാൻസ് അല്ലെങ്കിൽ മണലിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡാൻസ്. അതൊരു നല്ല എക്സ്പീരിയൻസ്. എന്തായാലും നമ്മൾ ക്രിസ്മസ് ആയി ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു സിനിമ തന്നെ വളരെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്തായാലും ഒരു ഹിറ്റായിട്ട് തന്നെ പോകുമെന്നതിന് ഒരു സംശയമില്ല. കാരണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള അങ്ങനത്തെ ഒരു തീം തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ ഗാന്ധിജി ഇസ് നോട്ട് ഔട്ട്ഡേറ്റഡ് എന്നൊരു തീമാണ് അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു വിജയം
നമ്മളെ മനസ്സിലാക്കി തരുന്ന നമുക്ക് തരുന്നൊരു പാഠം, അതായത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഇവിടെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ കൊടുത്താൽ കേരളത്തിലെ പ്രേക്ഷകൻ കാണാൻ തയ്യാറാണ്. കാരണം എല്ലാ ജനറേഷനിലും അവർക്കത് ന്യൂ ജനറേഷൻ ആണല്ലോ. അല്ല, അത് ആളുകൾക്ക് നല്ല സിനിമകൾ കിട്ടാത്തതുകൊണ്ടാണ് കാത്തത്. ഇപ്പോൾ 24 കാതം എന്നുള്ള സിനിമ ഓടി, അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ. ആ സിനിമ കാണാൻ ഫാമിലികൾ ധാരാളം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു കുറ്റവും സംഭവിച്ചിട്ടില്ല, സിനിമ നന്നായി പ്രേക്ഷകനെ കാണുന്നുണ്ട്. കാരണം വളരെ മനോഹരമായ ഒരു എൻഡിങ്. കാരണം സാധാരണ പ്രേക്ഷകൻ വിചാരിക്കും ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ സിനിമ അവസാനിക്കുമായിരിക്കും. ഞാൻ സിനിമ കണ്ടിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഇത് ഇപ്പം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് ഒരു ട്വിസ്റ്റ് തന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസാനത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് വലിയൊരു തീം തന്നെ പ്രസന്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നതുകൊണ്ട്. എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് കണ്ടു നിന്ന ഒരു യാത്രക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ടച്ചിങ് ഉണ്ട്. അയാൾ അവിടെ ഷൂട്ടിംഗ് കണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇവർ രണ്ടുപേരും ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക്സ് ഫോർ എവരിതിങ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സീൻ കഴിഞ്ഞിട്ട് ഒരു കാഴ്ച. അപ്പം അതൊക്കെ ഒരു സിനിമയുടെ സക്സസിൻ്റെ സൂചനകളാണ്. പക്ഷെ അതിലൊരു എനിക്കുണ്ടായൊരു തോന്നൽ ഇതാണ്, ഫഹദ് ഫാസിലിനെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഐമനം സിദ്ധാർത്ഥന് പ്രത്യേക ഉപദേശങ്ങളൊന്നും ഐറനിൽ നിന്ന് ലഭിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് പ്രേക്ഷകന് മനസ്സിലാവുകയാണ്. നിങ്ങൾ ആക്ട് ചെയ്യാതെ തന്നെ അവസാനം ഉണ്ടാകുന്നൊരു ചേഞ്ച്, അതാണ് ആ സിനിമയുടെ ഒരു വലിയ അട്രാക്ഷൻ. ഐമനം സിദ്ധാർത്ഥന് ഐറീനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഐമനത്തിന് ഐറീനെ മനസ്സിലാവുന്നു, ഐറീന് ഐമനത്തിനെ മനസ്സിലാവുന്നുള്ളതല്ല, ഐറീനിലൂടെ ഐമനത്തിനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് ആ പ്രണയം അയാൾ ഐഡന്റിഫൈ ചെയ്തത് അവസാനം. അത് തിരിച്ചറിയാൻ പറ്റാഞ്ഞത് അത് തന്നെയാണ്. അയാൾ സ്വയം ഐഡന്റിഫൈ ചെയ്യായിരുന്നു ആ പ്രോസസ്സിൽ. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കരുത്. അത് അവളിൽ നിന്ന് പഠിച്ച് പലപ്പോഴായിട്ട് ഐറൻ പറഞ്ഞ വാക്കുകൾ അവനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. തൊഴിലാക്കരുതെന്ന് മാത്രമല്ല, തൊഴിൽ അഴിമതി ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഇപ്പം കൊടുക്കേണ്ട ഒരു വലിയ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഒരു പ്രായം കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ പേര് ഒരു രാഷ്ട്രീയക്കാരായിട്ട് അവതരിക്കുകയാണ്. അവർ നമ്മളിപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നു, അത് അമല അഭിനയിച്ച് ജീവിക്കുന്നു. ജോലി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം, അവർ നല്ല രാഷ്ട്രീയക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അല്ലാത്ത ആൾക്കാരുണ്ട്, അവർ ഫുൾ ടൈം വർക്ക് അല്ലാത്ത ആൾക്കാരെ കുറച്ച് ജോലി ചെയ്യാം അല്ലേ. എന്നിട്ട് നല്ല രാഷ്ട്രീയക്കാരനെ അവതരിപ്പിച്ച ഒരു ക്യാരക്ടറാണ് ശ്രീനസന്റെ. അച്ഛൻ മറ്റേ പെട്രോൾ പമ്പിൽ ജോലിയൊക്കെ പുള്ളി അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ശ്രീ ഇന്നസെന്റ് വളരെ നല്ല മനോഹരമായ കഥാപാത്രം അവതരിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന് ഒരു റോളുണ്ട്. നിങ്ങൾ തമ്മിലുള്ള രഹസ്യ ധാരണ എന്താണ്? ഈ തവണയും അങ്ങനെ ഒരു ആളെ തന്നെ വീണ്ടും കാണാൻ സാധിച്ചു. അല്ല, അത് ഇത്തവണ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഇന്നസെന്റിന്റെ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത്, ഇന്നസെന്റ് എന്ന് പറയുന്ന ഇന്നസെന്റിനെ പുറത്ത് അറിയിച്ച ഒരു സംഘം, ഒരു വലിയ മഹാരോഗത്തിൻ്റെ പിടിയിൽ പെട്ട ഒരാൾ, അതെല്ലാം കഴിഞ്ഞ് പൂർവാധികം ശക്തമായിട്ട് അതിനേക്കാൾ കൂടുതൽ ഹ്യൂമറോട് കൂടിയിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ പാട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു, ഫാസിലിൻ്റെ കൂട്ടുകാരനാണ് ഇന്നസെന്റ്. ഫഹദും ഇന്നസെന്റും കൂടി പെരുമാറുമ്പോൾ ഏകദേശം ഇവർ ഒരേ പ്രായക്കാരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ്. അല്ല, ഇന്നസെന്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ്. അമല കാത്തിരിക്കായിരുന്നു അല്ലേ? ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഫസ്റ്റ് ചോദിച്ചത് ഇതിൽ ഇന്നസെന്റ് അങ്കിൾ ഉണ്ടാവുമെന്ന്. ആരാ ഹീറോ എന്ന് ഞാൻ ചോദിച്ചില്ല. സോ ഞാൻ ഒരു ഭയങ്കര വലിയ ഫാനാണ് ഇന്നസെന്റ് സാറിന്റെ ആസ് ആൻ ആക്ടർ. ഹീറോസ് ഒരു പ്രശ്നമല്ല അമലയെ സംബന്ധിച്ചിടത്തോളം. തമിഴിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നായകന്മാരോടൊപ്പം അഭിനയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്മസിലേക്ക് കിടക്കാം. എങ്ങനെയാണ് അമല, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലാണ് വീട്ടിൽ. സോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ലെറ്റ് സെലിബ്രേറ്റ് ഒരു ഇന്ത്യൻ പ്രണയകഥ ക്രിസ്മസ്. ഇത്തവണ അമലയുടെ ക്രിസ്മസ് വിദേശത്താണെന്ന് ഫാമിലി ആയിട്ടാണ് ഹോളിഡേ. ഫഹദിന് ഡേറ്റ് ഇല്ല ഇനി 2025 വരെ ഡേറ്റ് ഇല്ലാത്തൊരു. ഞാൻ എറണാകുളത്തുണ്ടാവും. അനുജനും സിനിമ ഫീൽഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ്റെ അത് ഉപദേശങ്ങളൊക്കെ ഉണ്ടോ, പരിശീലനങ്ങളും ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. എന്നോട് എന്റെ മിസ്റ്റേക്ക് ചെയ്ത് പഠിച്ചോളാനാണ് പറഞ്ഞത് പാപ്പ. അയാൾ അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ, അയാൾ സന്തോഷമായിട്ടിരിക്കണം, അത്രേ. അപ്പൊ ഇനി 2 പേരുടെ ഒരു കുടുംബത്തിന്റെ തന്നെ വലിയൊരു
കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിസ്മസിൽ എന്താണ് സാറിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ക്രിസ്മസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒരു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓണം പോലെ തന്നെ വിഷു പോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കാരണം ഇന്ന് എൻ്റെ വീട്ടിലും ക്രിസ്മസ് സ്റ്റാറുണ്ട്, എൻ്റെ അപ്പുറത്ത് ഉള്ള വേറൊരു ഇസ്ലാം സഹോദരൻ്റെ മുഖത്ത് അവിടെ ഉണ്ടാവും. കാരണം ജാതിക്കും മതത്തിനും അതീതമായിട്ട് നമ്മളെല്ലാവരും ഒരുമയുടെ ഒരു സന്ദേശം പകരുന്ന ഒരു ഉത്സവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇതാണ് ക്രിസ്മസ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകളൊന്നും കേൾക്കണമെന്നോ അനുസരിക്കണമെന്നില്ല. പക്ഷെങ്കിലും ഈ സ്നേഹം മനസ്സിലുണ്ടാവുക, നന്മ സൂക്ഷിക്കുക, ഇതൊക്കെയാണ് ക്രിസ്മസിന്റെ സന്ദേശം തന്നെ. സത്യത്തിൽ ഇന്ത്യൻ പ്രണയകഥ ഒരുപാട് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്മസിന്റെ മെസ്സേജ് തന്നെയുണ്ട്, ഒരുപാട് നന്മയുള്ള ക്യാരക്ടേഴ്സ്. അത് ഞങ്ങളുടെ മനസ്സിലുള്ള നന്മയാണ്. ഓരോ ക്യാരക്ടറിലും റിഫ്ലക്ട് ചെയ്യുന്നത് ശരിക്കും. ഞാൻ അമലയുടെ അടുത്ത്, അമലയ്ക്ക് ഡേറ്റ് വലിയ ക്ലാഷ് ആയിരുന്നു. ഞാൻ അമലയ്ക്ക് വാഗ്ദാനം നൽകിയത് വലിയ പണമോ വലിയ സൗകര്യങ്ങളോ ഒന്നുമല്ല, അമലയ്ക്ക് ഈ ഷൂട്ടിംഗ് കഴിയുന്നവരേക്കും മനസ്സമാധാനം ഉണ്ടാവും. അത് സത്യമായിരുന്നു. ഒരു മെസ്സേജ് തന്നെ ആ സമാധാനമാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സത്യൻ സാറിന്റെ കൂടെ വീണ്ടും ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് സത്യൻ സാർ അവരെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കില്ല, ആക്ടേഴ്സിന് തന്നെ. ഞാനിപ്പോൾ സാറിനോട് പറയുന്നു മൂവി കഴിഞ്ഞപ്പോൾ ഞാൻ കോപ്പി റൈറ്റ് ഇട്ട് കഴിഞ്ഞു, ഇതുകൊണ്ട് എല്ലാ മൂവീസും ഞാൻ തന്നെ ചെയ്യുന്നു. ഇറ്റ്സ് വെരി അഡിക്റ്റീവ് വർക്കിംഗ് വിത്ത് സത്യൻ സാർ, ഹോൾ ടീം. യുനോ ആസ് മനസ്സമാധാനം, സന്തോഷം. എനിക്ക് ഒരിക്കലും പോലും ഒരു ഷൂട്ടിംഗ് ആണെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് ശരിക്കും ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആസ് ഫഹദ് സെഡ്, എനിക്കും എൻ്റെ ഐ തിങ്ക് എൻ്റെ ഫിലിം കരിയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷൂട്ടിംഗ് ആൻഡ് ബെസ്റ്റ് ടൈം ഐ ഹാഡ് വിത്ത് ഇന്ത്യൻ പ്രണയകഥ. ഈ ക്രൂവിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു നല്ല അനുഭവം പറയാമോ? നല്ല അനുഭവമേ ഉള്ളൂ. നമ്മൾ ചില സിനിമയിൽ അഭിനയിക്കുമ്പം ഒരു കോൺവെന്റ് സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെയാണ്. നമ്മൾ 9 മണിക്ക് വരും, 11 മണിയാകുമ്പോൾ ചായ തരും, 1 മണിക്ക് ലഞ്ച് തരും. സത്യേട്ടൻ്റെ പടം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോയതുപോലെയാണ്. അതൊരു സ്കൂളോ ഒന്നുമല്ല, സെലിബ്രേഷനാണ്. അത് എല്ലാവരും കംഫർട്ടബിളും ഹാപ്പി ആയിട്ടിരുന്നാൽ അവിടെ ക്രിയേറ്റീവായിട്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് സത്യേട്ടൻ. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് സത്യേട്ടന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആക്ടേഴ്സ് ഒന്നിലും ബോധേഡ് ആയിരുന്നു, ഈസി ആയിട്ട് അവരുടെ കാര്യം ഒക്കെ ഭംഗിയായിട്ട് നടക്കുക. പിന്നെ ഞങ്ങൾക്കിത് ഇത്രയും നന്നായത് സത്യേട്ടനോടുള്ള അഡ്മിറേഷനാണ്, സത്യേട്ടൻ ചെയ്ത പടങ്ങളിലുള്ള അഡ്മിറേഷനാണ്. എന്നോട് ആദ്യം കഥ പറയുന്നതിന് മുമ്പ് ഞാൻ കാലിക്കട്ടിൽ നിന്ന് വരുന്ന വഴി ഒരു പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു പടമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞൊരു ഡീറ്റെയിൽ മീറ്റിംഗ് ഓർമ്മയുണ്ട്, ലുലു വെച്ചിട്ട്. അപ്പം സത്യേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഉണ്ണിക്ക് കാര്യം. അപ്പം ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, എനിക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലൊരു ക്ലൈമാക്സ് ആണ് വേണ്ടത്. കൈപിടിച്ച് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ഇനി പ്രശ്നങ്ങളെല്ലാം നമ്മുടെയാണ്, നമ്മളത് നേരിടും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തീരുന്നൊരു സിനിമ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ തന്നെ സംഭവിച്ചു. സിനിമ കണ്ടിറങ്ങുമ്പോൾ വളരെ അങ്ങനെ ഒരു ഫീലിംഗ് തന്നെയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. കാരണം കണ്ടതിലൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം ആ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഒരാഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സന്തോഷം സമ്മാനിക്കാൻ ഇന്ത്യൻ പ്രണയകഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാ ഫിലിം സ്റ്റാർസും ഗായകരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമല പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 ലൈൻ പാടുമോ? വെരി ബാഡ് ജോബ്. ഹി ഈസ് എ വെരി ഗുഡ് സിംഗർ. അപ്പോൾ എന്തായാലും ഫഹദിന് മൈക്ക് കൈമാറിയിരിക്കുകയാണ്. ഞാൻ ഏതായാലും വളരെ നല്ല കുറേ അധികം നല്ല ഗാനങ്ങൾ ഉള്ളൊരു ചിത്രം തന്നെയാണ്. അതിന് വളരെ കളർഫുൾ ആയിട്ട് തന്നെ തീർന്നു. എന്തായാലും ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പാട്ടോ പാടുന്നില്ല. ഇന്ത്യൻ പ്രണയകഥയുടെ വിജയം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ക്രിസ്മസും കൂടി ആഘോഷിക്കാം. അമല ഇപ്പം നമുക്ക് വേണ്ടി ഈ ഒരു കേക്ക് കട്ട് ചെയ്യും. ഇപ്പം ഫഹദ് പറഞ്ഞ പോലെ ഒരു സെലിബ്രേഷനും മനസമാധാനവും സാറ് പറഞ്ഞ ഒരുപാട് നന്മകളും എല്ലാം ക്രിസ്മസിൻ്റെ പ്രത്യേകതയാണ്. അതെല്ലാം സമ്മാനിക്കാൻ ഒരു ക്രിസ്മസ് സ്പെഷ്യലായ ഈ ഒരു ഫിലിമിന് സാധിച്ചിട്ടുണ്ട്. യുവജനങ്ങളും കുടുംബങ്ങളും എല്ലാം തന്നെ ഈ സിനിമയെ ഒരു വൻ ഹിറ്റാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ 2013 തുടങ്ങി 2014 തന്നെ ഒരുപാട്
സിനിമ ഒരുപാട് തിയേറ്ററുകളിൽ ഓടട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി വളരെ സന്തോഷം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ.